നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചിയമ്മയുടെ പൊന്നു മോളല്ലേ, സത്യം ചെയ്തതാ. ശരി, സമ്മതിച്ചു. നോക്ക്, ചേച്ചിയമ്മ പറയുന്നത് പപ്പിമോള് കേക്കൂ. സത്യയെ ഇപ്പൊ ഈ വിവരങ്ങളൊന്നും അറിയിക്കണ്ട. അപ്പൊ ഞങ്ങൾ സഹോദരിമാരല്ലേ? അതെ മോളെ, നിങ്ങള് സഹോദരിമാര് തന്നെയാ. പക്ഷെ ആ വിവരം ഇപ്പൊ പപ്പിമോള് മാത്രം അറിഞ്ഞാ മതിയെന്ന ചേച്ചിയമ്മ പറഞ്ഞത്. മോൾക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങള്. ഞാനാണ് ചേച്ചിയമ്മയെന്ന് അറിഞ്ഞ സത്യ അവളുടെ അച്ഛനെ പറ്റി ചോദിക്കും. അതിനുള്ള മറുപടി പറയാനുള്ള സമയമായിട്ടില്ല മോളെ. ഇനി അഥവാ ഇപ്പൊ പറയേണ്ടി വന്നാ മോളുടെ അമ്മയും മോളെയും കൂടി ചിലപ്പോ സത്യാമ്മ ഇവിടെ നിന്ന് ഇറക്കി വിടും. പിന്നെ നമുക്കൊന്നും ഇങ്ങോട്ട് വരാനും പറ്റില്ല. അയ്യോ, അങ്ങനെയാണോ? സത്യാമ്മയെ സാവധാനം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് കഴിയാം. അതുവരെ ചേച്ചിയമ്മയെ വിഷമിപ്പിക്കാതെ പപ്പിമോള് ചേച്ചിയമ്മയ്ക്ക് വാക്ക് തരണം. ചേച്ചിയമ്മ പറയാതെ സത്യയോട് ഈ വിവരം പറയില്ലെന്ന്. അത് വേണോ? അത് വേണം മോളെ. കുറച്ച് ദിവസത്തേക്ക് മാത്രം മതി. അത് കഴിഞ്ഞ് ചേച്ചിയമ്മ മോളോട് പറയും, സത്യയോട് പറയാൻ. അപ്പൊ പറഞ്ഞാ മതി. ചേച്ചിയമ്മയുടെ പൊന്നു മോളല്ലേ, സത്യം ചെയ്തതാ. ശരി, സമ്മതിച്ചു. പരസ്പരം പറയാതെ അറിയാതെ കുറച്ചു കാലം കൂടി നമുക്ക് പോണം പപ്പി. എന്നാലേ ഇതെല്ലാം കലക്കി തെളിയിച്ചു കൊണ്ടുവരാൻ പറ്റും. ഗോപാലേട്ട, പറയാനൊരു സാഹചര്യം ഇല്ലായിരുന്നു. ഗോപാലേട്ടനെ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ശാരദേ, വാരണാസിയിൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുടുംബം. ഒരഗതിയെപ്പോലെ കയ്യിലൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന എന്നെ കുറെ കാലം പോറ്റിയിരുന്നത് അവരാ. അവർക്കിപ്പോ പണത്തിന്റെ കുറച്ച് ആവശ്യം വന്നു. അവിടുത്തെ കുഞ്ഞു മോളുടെ കല്യാണം. പഴയ പരിചയക്കാരുടെ അടുത്തു നിന്നൊക്കെ കടവും വിലയും വാങ്ങിച്ചോണ്ട് പോയതാ ഞാൻ. നിന്റെ അടുത്തൊന്നും വാങ്ങിച്ചല്ലോ കുറച്ച് പണം. ഇവിടെ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വയെ നടക്കുന്നുണ്ടാവുന്ന കരുതിയത്. ഇപ്പോഴല്ലേ ഇതൊക്കെ ഇത്രയും കുഴഞ്ഞു പറഞ്ഞ കാര്യം അറിയുന്നേ. അബദ്ധത്തിന് മേലെ അബദ്ധം എന്ന് പറഞ്ഞാ മതി. നമ്മുടെ മോളുടെ ഭർത്താവ് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അതും ഡിവോഴ്സ് ഒന്നും വാങ്ങാതെ. അതിനെതിരെ നിങ്ങൾ ആരും ചോദ്യം ഉന്നയിച്ചില്ല. അവൾ ഒരു കളക്ടറാന്ന് പറഞ്ഞിട്ട് എന്താ ശാരദേ കാര്യം? സ്വന്തം കാര്യം നോക്കാൻ അറിയാത്ത ഒരു കളക്ടർ. കളക്ടറൊന്നും ആവണ്ട, പഠിപ്പും വായനയില്ലാത്തൊരു സാധാരണ പെണ്ണായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനേടി? നേരെ അവന്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ആ പെണ്ണിന്റെ കഴുത്തിലെ താലി പൊട്ടിച്ചിട്ട് അവളെ ഗേറ്റിന് പുറത്തേക്ക് ചവിട്ടി തള്ളിയനെ. അതും വേണ്ട, അത്യാവശ്യം ലോകവിവരം ഉള്ളവരാണെങ്കിൽ അവനിപ്പോ അഴിക്കുള്ളില്ല. ആദ്യത്തെ ബന്ധം നിലനിൽക്കെ വേറൊരു പെണ്ണിനെ കെട്ടി കൂടെ പൊറപ്പിക്കാന്ന് വെച്ചാ നമ്മുടെ നിയമം അതിന് അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇക്കാണുന്ന ആൾക്കാരൊക്കെ കുടുംബ കോടതി വരാൻ ക്യൂ നിൽക്കണോ? ഒന്ന് വേണ്ടാന്ന് തോന്നുമ്പോ കളഞ്ഞിട്ട് വേറൊരെണ്ണത്തിനെ എടുത്താ പോരെ? ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണമെങ്കിൽ തന്നെ അതിന്റെ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. പിന്നെ വിസ്താരം, കൗൺസിലിംഗ്, ഡിവോഴ്സ് അനുവദിക്കാനുള്ള കാലപരിധി, നടപടികൾ അങ്ങനെ നീണ്ടുപോവും. കല്യാണം എന്ന് പറയുന്നതേ അത്രയെന്ന് എളുപ്പത്തിൽ ഊരാൻ പറ്റുന്ന ഒരു കുടുക്കല്ല. നിന്റെ മോൾ കളക്ടറാ.
അവൾക്ക് ഒരു ഫോൺ കോൾ പോലും വേണ്ട. ഒരു നോട്ടത്തിന്റെ ആവശ്യമേ ഉള്ളൂ അവൻ അഴിക്കുള്ളിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ മോളും അല്ല, സത്യാമ്മ ഇവിടെ കരഞ്ഞ് കാല് പിടിച്ച് വന്നേനെ അവനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. പകരം അങ്ങോട്ട് കയറി ചെന്നിട്ട് ഒരു പുഴുവിന്റെ വിലയെങ്കിലും തന്നോ അവര് നിനക്ക്? പട്ടിയെ പോലെ ആട്ടി ഇറക്കിയില്ലേ? അങ്ങനെയൊന്നും അല്ലായിരുന്നു അങ്ങോട്ട് ചെല്ലേണ്ടത്. പോലീസും പത്രാസുമായിട്ട് അങ്ങോട്ട് കയറി ചെന്നിരുന്നെങ്കിലേ അവരാ കൊട്ടാരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നേനെ. ഇപ്പൊ അവളെ രോഹിത് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ സത്യാമ്മയുടെ വീട്ടിലേക്ക്. അവക്കവിടെ എന്താ വില ശാരദേ? വീട്ടുവേലക്കാരിയോ അതോ ഹോം നേഴ്സോ? ഗോപാലേട്ട, അത് അവള് പറയാൻ ന്യായങ്ങൾ ഒരുപാട് കാണും. നമ്മുടെ ശ്യാമയുടെ കാര്യം അവളുടെ കുഞ്ഞേച്ചി നോക്കുന്ന പോലെ വേറെ ആരും നോക്കില്ല എന്നൊക്കെ. പക്ഷെ രണ്ടു മക്കളുടെ ജീവിതം രണ്ടാണെന്ന് നീ തിരിച്ചറിയണം. സത്യാമ്മയ്ക്ക് പോലും ആ തിരിച്ചറിവുണ്ട്. ശാലിനിയോട് കടുത്ത പിണക്കം കാണിക്കുമ്പോഴും ശ്യാമയോട് അവളുടെ അനിയത്തി എന്നുള്ള പേരില് നേരിയ നീരസം പോലും കാട്ടിയിട്ടില്ല സത്യാമ്മ. ശാരദാമ്മ, ഇത് നിങ്ങളുടെ മകള് തന്നെയല്ലേ? ഞാൻ പറയുന്നതൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി നിന്ന ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് അവര് പറയാതെ പറയുന്നതാണെങ്കിൽ അവരുടെ ഒരു പ്രതികാരം. ചുരുക്കി പറഞ്ഞ നിന്റെ ഇളയ മോളെ പൊന്നുപോലെ നോക്കൂ അവര്. അത് കണ്ടോണ്ട് ഒരു വേലക്കാരിയായിട്ട് പുതുപ്പെണ്ണിന്റെ അടിയുടുപ്പ് വരെ തിരുമ്മിക്കൊടുത്ത് നിൽക്കേണ്ടി വരും നിന്റെ കളക്ടർ മോൾക്ക്. ഗോപാലേട്ട, സത്യം പറഞ്ഞു പോയതാ ശാരദേ, ആ വിലയെ കിട്ടും നിന്റെ മോൾക്ക് അവിടെ. ശ്യാമയെ നമ്മുടെ മോള് തന്നെയാ. അവക്കൊരു വൈകാക വന്നാ ഇവിടെ കൊണ്ടുവന്ന് നോക്കണമായിരുന്നു. നമുക്കാവും പോലെ നോക്കായിരുന്നല്ലോ. അങ്ങനെയല്ലേ എല്ലാരും. അതിനു പകരം നീ നിന്റെ സിവിൽ സർവീസുകാരിയായ മോളെ അവിടുത്തെ വേലക്കാരിയായി വിട്ടു. ഗോപാലേട്ട, ഒക്കെ അവളുടെ തീരുമാനമാ. ഞാനായിട്ട് ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഒക്കെ ഇനി അവളുടെ തീരുമാനത്തിന് മാത്രം വിട്ടാ പോരെ ശാരദേ. കുറെയൊക്കെ നമ്മളും കൂടി ഇടപെടണം. ഇടപെടാത്തതിന്റെ ഫലമാ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. നമ്മുടെ കാര്യം പോട്ടെ എന്ന് വെക്കാം. അവക്കൊരു കുഞ്ഞുണ്ട്, അതിന്റെ കാര്യോ? സ്കൂള് വിട്ടുവന്ന് അവളെ അമ്മയെ അന്വേഷിക്കുമ്പോ അവളോട് നമ്മൾ പറയണോ അവളുടെ അമ്മ അവളുടെ അച്ഛന്റെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുകയാണെന്ന്? ഗോപാലേട്ട, സത്യമോൾക്ക് ഒന്നും അറിയില്ല. സത്യം എല്ലാം അറിയണം ശാരദേ. അവള് മാത്രം എന്തിനാ മണ്ടിയാവുന്നത്? അല്ല ഗോപാലേട്ട, ഗോപാലേട്ട, ഗോപാലേട്ട. രാമേന്ദ്ര, നിക്ക്. സത്യം ഇറക്കണ്ട രാമേന്ദ്ര, നമുക്ക് ഒരിടം വരെ പോവാനുണ്ട്. ഗോപാലേട്ട, എന്താ ഇത്? സത്യം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശാരദേ, ശാലിനി എവിടെയോ അവിടെ ജീവിക്കണം സത്യ. അത് അമ്മ എന്താ ചെയ്യുന്നതെന്ന് അവളും കൂടി കാണട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.